വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന്, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ജമാഅത്തെ ഇസ്ലാമിയിലേക്ക്. അപ്പോൾ എന്താണ് ഈ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനം? വിദ്യാഭ്യാസം ഇനി ലീഗിന്റെ കൈവശമുള്ള രീതിയിലേക്കാണോ പോകുന്നത്? ഒന്നുമില്ല. ഇതിനകത്തെ നയം ഇത്രയേ ഉള്ളൂ. ഇസ്ലാമിസ്റ്റ് നയം നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതായത് ഭരണം ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മുഖ്യമന്ത്രി തൊട്ട് ഇങ്ങറ്റം വരെയുള്ള സകല വകുപ്പുകളുടെയും നിയന്ത്രണം, ആത്യന്തിക നിയന്ത്രണം ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് എല്ലാ കാലത്തും അറിയാമെന്നുള്ളതാണ്. വിദ്യാഭ്യാസ വകുപ്പ് ആരാണ് നിയന്ത്രിക്കുന്നത്? മുസ്ലിം ലീഗാണ് നിയന്ത്രിക്കുന്നത്. UDF ഭരിക്കുമ്പോൾ മുസ്ലിം ലീഗ് നിയന്ത്രിക്കും. അതാണ് അവരുടെ പതിവ്. അതല്ലാതെ അതിനൊരു മാറ്റം ഉണ്ടാവില്ല. കാരണം അത്രയേറെ വലിയ കച്ചവടമാണ് ഈ പറയുന്ന വിദ്യാഭ്യാസ വകുപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാലോ സ്കൂളുകളുടെ കാര്യങ്ങൾ, ഈ പറയുന്ന ഹയർ സെക്കൻഡറി സ്കൂളുകൾ, ഹൈസ്കൂളുകൾ, ഈ പറയുന്ന എയ്ഡഡ് മേഖല, ഇതിൻ്റെയൊക്കെ ഗുണം പറ്റുന്ന ആരാണ്? വെറുതെ ആണോ വെള്ളാപ്പള്ളി മലപ്പുറത്തിനെ പറ്റി വിളിച്ച് പറഞ്ഞത്? അല്ല, ഇപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെ. അപ്പോൾ ഇതിനകത്ത് ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് ഈ പറയുന്ന ആർക്ക് കൊടുക്കുന്നു? ലീഗിന് കൊടുക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആർക്കാണ് കൊടുത്തത്? റോജി എം ജോണിനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഫലത്തിൽ ആരാണ് നിയന്ത്രണം? ജമാഅത്തെ ഇസ്ലാമിക്കാണ് നിയന്ത്രണം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള വലിയ ആരോപണമാണിത് എന്നുള്ളതാണ്. അത് നിസ്സാരവുമല്ല എന്നുള്ളത്. അതിനെ പറ്റിയിട്ട് അഡ്വക്കേറ്റ് അനിൽ വിളയിൽ വ്യക്തമായ ഒരു പോസ്റ്റ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ഇത് അവിശുദ്ധ ബന്ധമല്ല, അവിഹിത ബന്ധം. 3 VCമാർ സർസംഘചാലകന്റെ പ്രഭാഷണം കേൾക്കാൻ പോയതിന് എന്ത് പുകിലായിരുന്നു. മാപ്പ്, രാജി, ദാ കിടക്കുന്നു ഭാരതത്തിന്റെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പ്രഖ്യാപിച്ച മൗദീദിയൻ ആശയപ്രചാരകൻ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം. വിദ്യാഭ്യാസം മുസ്ലിം ലീഗിന് കൊടുത്തില്ല. ഇനി മുതൽ ജമാഅത്തെ ഇസ്ലാമിസ്റ്റ് പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തും. ആയുഷ്കാല പെൻഷൻ വാങ്ങും. വകുപ്പിനെ നിയന്ത്രിക്കാം. മൗദൂദിയൻ ചെയർ സർവകലാശാലകളിൽ സ്ഥാപിക്കാൻ ഉത്തരവിറക്കാം. ഇതാണ് കേരളത്തിലെ ഇരട്ടത്താപ്പ്. ഇതിനകത്ത് നിരവധി കാര്യങ്ങൾ അദ്ദേഹം, ഇതൊരു ചെറിയ പോസ്റ്റ് ആണെങ്കിൽ കൂടിയും അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് മന്ത്രി റോജി എം ജോണിൻ്റെ പേഴ്സണൽ സ്റ്റാഫായിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരനെ നിയമിച്ചിരിക്കുന്നു. അത് മാത്രവുമല്ല, അനിൽ വിളയിൽ കൃത്യമായി ഒരു കാര്യം പറയുന്നുണ്ട്. സർസംഘചാലകൻ്റെ പ്രഭാഷണം കേൾക്കാൻ പോയ VCമാർക്കെതിരെ ഇവിടെ എന്ത് പ്രശ്നമായിരുന്നു? പ്രതികരിക്കാത്ത ഒരു മന്ത്രിയെങ്കിലും ഉണ്ടോ? അത് VD സതീശൻ, കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള മറ്റാൾക്കാരെ കൂട്ടണ്ട. VD സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, ഇവരെല്ലാവരും നിരന്തരമായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞില്ലേ? VCമാർ മാപ്പ് പറയണം, അവരെ ജനം പുറത്താക്കണം. ഒന്നും ചെയ്യാൻ പറ്റില്ല. VCമാരുടെ രോമത്തിൽ തൊടാനായിട്ട് ഇവർക്ക് കഴിയില്ല എന്നുള്ളത് കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ് VCമാർ മാപ്പ് പറയണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് രണ്ടാമത്തെ കാര്യം അനിൽ വിളയിൽ പറയുന്നത് ഇതാണ്, ചൂണ്ടിക്കാട്ടുകയാണ് കൃത്യമായിട്ട്. ഭാരതത്തിൻ്റെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പ്രഖ്യാപിച്ച ഒരു സംഘടനയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. ഇസ്ലാമൈസ് ചെയ്യുക, ഭാരതത്തിനെ ഇസ്ലാമികവൽക്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ പോലെയാണ്. ഈ പറയുന്ന സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? സനാതന ധർമ്മത്തിനെ ഉന്മൂലനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സനാതന വിശ്വാസികളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുക, അവരെ കൊന്നുകളയുക, അവരുടെ ക്ഷേത്രങ്ങൾ തകർക്കുക, അവരുടെ സംസ്കാരം തകർക്കുക, അവരുടെ ജീവനോപാധി തകർക്കുക, ഇതെല്ലാമാണ് പറയുന്നത്. അതുപോലെയാണ് ഈ ഭാരതത്തിൻ്റെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഭാരതത്തിനെ മൊത്തം ഇസ്ലാമാക്കുമ്പോഴത്തേക്ക് എതിർക്കുമല്ലോ സ്വാഭാവികമായിട്ടും. എൻ്റെ അടുത്ത് വന്നിട്ട് ഇസ്ലാമാകാൻ പറയുകയാണെങ്കിൽ ഞാൻ എന്താ പറയുക? മറ്റൊരു സൗകര്യമില്ലെന്ന് പറയും. അപ്പോൾ എന്ത് പറ്റും? എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കും, പിന്നെ കൊല്ലാൻ നോക്കും, കൊല്ലും. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ഷേത്രങ്ങൾ, വിശ്വാസ കേന്ദ്രങ്ങൾ, ഇതൊക്കെ മാറാൻ തയ്യാറാവണം. മാറാൻ തയ്യാറായില്ലെങ്കിൽ എന്ത് ചെയ്യും? അതെല്ലാം തകർത്ത് തരിപ്പണമാക്കുക. എപ്രകാരം അയോധ്യയിലെ രാമജന്മഭൂമി തകർത്ത് തരിപ്പണമാക്കി അവിടെ ഒരു മസ്ജിദ് പണിഞ്ഞോ, അതുപോലെ എപ്രകാരം 50,000-ലേറെ ക്ഷേത്രങ്ങൾ, 1 ലക്ഷത്തോളം, 50,000-നും 1 ലക്ഷത്തിനും ഇടയ്ക്ക് ക്ഷേത്രങ്ങൾ ഉത്തരേന്ത്യയിൽ ആകമാനം തകർത്ത് കളഞ്ഞു ഈ പറയുന്ന ഇസ്ലാമിസ്റ്റ് ഭരണകാലത്ത്. അപ്പോൾ അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഭരണകാലത്തും, മുസ്ലിം ഭരണകാലത്ത് ക്ഷേത്രങ്ങൾ അപ്പാടെ തകർത്തു. അതുപോലെ ക്രിസ്ത്യൻ ഭരണകാലത്തും, അതായത് ഈ പറയുന്ന ബ്രിട്ടീഷ് ഭരണകാലത്ത്, ക്രിസ്ത്യാനിയാണല്ലോ ഭരിച്ചിരുന്നത്, അവരുടെ ഭരണകാലത്തും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഭാരതത്തെ കൊള്ളയടിച്ചു. വെറുതെയാണോ വിചാരധാരയുടെ ആദ്യ കാലത്തെ ഉള്ള പ്രതികളിൽ ഈ പറയുന്ന ഈ 2 വിഭാഗത്തെ പറ്റിയിട്ട് എഴുതിയിരുന്നത്? രണ്ടുപേരും ഭാരതത്തെ കൊള്ളയടിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അന്ന് അങ്ങനെ എഴുതാനേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത്. ഏതായാലും അടുത്ത ഒരു കാര്യം കൂടി, ഈ
മൗദൂദിയൻ പ്രചാരണം നടത്തുകയാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ജമാഅത്തെ ഇസ്ലാമി പിടിച്ചടക്കുന്നതിൻ്റെ ലക്ഷ്യം എന്തെന്നറിയാമോ? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞാൽ കോളേജുകളാണ്, യൂണിവേഴ്സിറ്റികളാണ്. അതിനകത്തേക്ക് ഇടപെടൽ നടത്താൻ ഏറ്റവും എളുപ്പം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലൂടെയാണ്. അവിടെ ചെയറുകൾ മൗദൂദിയൻ ചെയറുകൾ കൊണ്ടുവരും. അവിടെ അതിനനുസരിച്ചുള്ള സെമിനാറുകൾ, അതിനനുസരിച്ചുള്ള പാഠ്യപദ്ധതി, അതിനനുസരിച്ചുള്ള പരിഷ്കാരങ്ങൾ ഇതെല്ലാം നടത്തും. അപ്പോൾ എന്താണ്? ഒരു തീവ്രവാദ സങ്കേതത്തിനെ വളർത്തിയെടുക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, അതിന് വേണ്ടിയിട്ടുള്ള അരങ്ങൊരുക്കാൻ ഈ പറയുന്ന 5 വർഷക്കാലം ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ അതിനകത്ത് നിന്നുകൊണ്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പോരെങ്കിലോ അവന് സുഖമായി, അവനിനി എന്തൊക്കെ കിട്ടും? പെൻഷൻ കിട്ടും, ഈ പറയുന്ന സകല സംരക്ഷണവും കിട്ടും, മന്ത്രിയുടെ സ്റ്റാഫായിരിക്കുന്നു, അധികാരം കിട്ടിയിരിക്കുന്നു, പണം ഉണ്ടാക്കുക, എന്തെല്ലാം പരിപാടികളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പദ്ധതിയെ നടപ്പിലാക്കാൻ വേണ്ടി കോൺഗ്രസ് വഴങ്ങിക്കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന ഇലക്ഷൻ നടക്കുന്നതിന് വളരെ മുമ്പേ നമ്മളടക്കം വിവിധ മാധ്യമങ്ങൾ, ഈ രാജ്യത്തെ ദേശസ്നേഹികൾ എല്ലാവരും പറഞ്ഞതാണ്, ഇവിടെ ഭരിക്കാൻ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും, UDF അല്ല ഭരിക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും, ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലായിരിക്കും ഇവിടുത്തെ സകല കാര്യങ്ങളും പോകുന്നത്. അതങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ അടക്കമുള്ള മന്ത്രിമാർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നാമത്തിലെ സത്യപ്രതിജ്ഞ ചെയ്യുള്ളൂ. കാരണം ജനങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട്, ഇവർ ഈ പറയുന്ന പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇസ്ലാമിസ്റ്റ് പദ്ധതി നടപ്പിലാക്കാനാണ് വരുന്നത്. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പദ്ധതി, SDP-യുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പദ്ധതി നടപ്പിലാക്കാനാണ് അധികാരത്തിൽ വരുന്നത്. മതമാണ് പ്രശ്നം, 10 വർഷം ഞങ്ങൾക്ക് കിട്ടാതിരുന്നത് മൊത്തം കൂടി ഒറ്റയടിക്ക് വിഴുങ്ങാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അത് മാത്രവുമല്ല, ഈ പറയുന്ന മൗദൂദി ലൈനുകൾ ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് അറിയാമെന്നുള്ളത് കൊണ്ട് ജനങ്ങളോട് വിളിച്ചു പറയുകയും ജനങ്ങൾക്കത് ബോധ്യം വരികയും ഈ പറയുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ എക്സ്പോസ് ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ ഇവർ എന്ത് ചെയ്തു? അവരൊന്ന് പാസിഫൈ ചെയ്തു. അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ജനങ്ങൾക്ക് മുൻപിൽ ഞങ്ങൾ ഇസ്ലാമിസ്റ്റുകളാണ് എന്നുള്ള ആ മതേതര മുഖംമൂടി ഉണ്ടല്ലോ, അതെടുത്ത് വെച്ചതാണ്. ആ അള്ളാഹു അക്ബറിലാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാവും ഇവർ ഇസ്ലാമിസ്റ്റുകളാണെന്ന്. അതൊരിക്കലും പുറത്തേക്ക് വരരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു മന്ത്രി പോലും, ഇല്ലെങ്കിൽ ഒരു നേതാവ് പോലും അള്ളാഹു അക്ബർ എന്ന് പറയുന്ന നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യില്ല. അള്ളാഹുവിൻ്റെ നാമത്തിലല്ല ഇവർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതേ നയമാണ്. അപ്പോൾ അവർ രഹസ്യമായി നടപ്പിലാക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് ഷംസുദ്ദീനാണ്, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് റോജിക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വരുന്ന സമയത്ത് സ്വാഭാവികമായും ഒരു മലയാളിയെ സംബന്ധിച്ച് അവർ ചർച്ച ചെയ്യുന്നത് മുൻപ് ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്ത ആളുകളെയും ഇപ്പോൾ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചൊരു താരതമ്യം ഉണ്ടാവും. ഇതിനു മുൻപ് വിദ്യാഭ്യാസ വകുപ്പ് ശിവൻകുട്ടിക്കായിരുന്നു, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് R ബിന്ദുവിനായിരുന്നു. അപ്പോൾ ഇവരിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇപ്പുറത്തുള്ളവർക്ക് വരിക? പ്രത്യേകിച്ച് ഒരു വ്യത്യാസമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വിജയരാഘവന്റെ ഭാര്യയാണ് R ബിന്ദു ആണല്ലോ, CPM-ന്റെ ആക്ടിംഗ് സംസ്ഥാന സെക്രട്ടറി ഒക്കെ ആയിരുന്നു. വിജയരാഘവൻ എന്ത് സബ്ജക്റ്റിലാണ് ഗ്രാജുവേഷനൊക്കെ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് വിഷയങ്ങൾ എന്തായിരുന്നു എന്നറിയാമോ? ഇസ്ലാമിക് സ്റ്റഡീസ്. ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ വിദ്യാഭ്യാസം ചെയ്ത ആളാണ് വിജയരാഘവൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് R ബിന്ദു. അപ്പോൾ ഇവരുടെയൊക്കെ നയം എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. UDF-ഉം ഇല്ലെങ്കിൽ മുസ്ലിം ലീഗും ഈ പറയുന്ന CPM-ഉം തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? അവർ ഭരിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് കൃത്യമായ ഇടമുണ്ടായിരുന്നു. പക്ഷേ അത് പ്രത്യക്ഷമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല, അതിൻ്റെ അധികാരം ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല, നേരിട്ട് അധികാരം ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇവിടെ കൃത്യമായിട്ട് ഇതിപ്പോൾ ഒന്നാണ് വെളിയിൽ വന്നത്. റോജി M. ജോണിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ. ബാക്കിയുള്ളിടത്തൊക്കെ എത്ര വന്നിട്ടുണ്ട്? എത്ര ലീഗ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ എത്ര പേര് ഈ ഇസ്ലാമിസ്റ്റ് ഐഡിയോളജി ഉള്ളവരുണ്ട്? ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം വെച്ച് പുലർത്തുന്നവർ എത്ര പേരുണ്ട്? ഒരുപാടുണ്ടാകും. ഒന്നൊന്നുമല്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് അറിയാം എങ്ങനെയാണ് ഇവിടെ ഭരണം നടത്തേണ്ടതെന്ന്, എങ്ങനെ ഈ ഭരണത്തിനിടയിൽ നുഴഞ്ഞു കയറണമെന്നറിയാം, എങ്ങനെ ഇതിനെ അട്ടിമറിക്കണമെന്നറിയാം. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ വളരെ ശാന്തമായിട്ടിരിക്കുകയാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കുക. കാരണം അടിയിൽ കൂടി ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്. ഇതിൻ്റെ അന്തർധാരകളാണ് ഇതിൽ ഏറ്റവും സജീവമായിട്ടുള്ള. മറ്റൊന്ന്, ഇതിനെ ബാക്ക് സീ ഡ്രൈവ് ചെയ്യുകയാണ്. അഡ്വക്കേറ്റ് അനിൽ പിള്ളയിൽ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി റോജി M. ജോണിനെ മുന്നിലിരുത്തിയിട്ട് ഇത്
ബാക്ക് സീറ്റിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. അവർ പുറകിലിരിക്കും. മുന്നിലിരിക്കുന്ന ആരാ? ഡ്രൈവ് ചെയ്യുന്ന ആരാ? റോജി എം ജോൺ ആണെന്ന് വിചാരിക്കും. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കുമെന്നുള്ളത്. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പൊതു സ്വഭാവമാണ്. അവർ ഈ പറയുന്ന തക്കിയ കളിക്കുക എന്ന് പറയും ഇസ്ലാമിൽ. ഇത് തക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിഡൻ മുസ്ലിം. ആ തക്കിയ കളിക്കുന്ന രീതിയിലാണ് ഇവിടെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിച്ചുകൊണ്ട്. ശരിക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ കൺട്രോളിലുള്ള ഒരു സ്ഥലത്ത് എങ്ങനെയായിരിക്കും അവർ ഭരിക്കുക എന്നറിയാമോ? ബംഗ്ലാദേശിലോട്ട് നോക്കിയാൽ മതി, കൃത്യമായിട്ട് അറിയാം. ബംഗ്ലാദേശിലെ ഹിന്ദുവിനെ പിടിച്ച് അടിച്ച് അവനെ മൃതപ്രായനാക്കിയതിന് ശേഷം തല്ലി മരിച്ചു എന്ന് ഉറപ്പാക്കണം. മരിക്കണം, ആ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി. എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാം? എടുത്ത് കെട്ടി തൂക്കും. എന്നിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കും. പരസ്യമായി ബംഗ്ലാദേശ് ചെയ്ത കാര്യമല്ലേ അത്? ഒരു മനുഷ്യനെ അടിച്ച് അവശനാക്കി എടുത്ത് കെട്ടി തൂക്കിയിട്ട് അവൻ്റെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. അതാണ് ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത്. അവർക്ക് അധികാരം കിട്ടിയാൽ, അവർക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ, ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് അധികം ഇതൊന്നും വേണ്ട, 1 മണിക്കൂർ, എത്ര മണിക്കൂർ മാറി നിന്ന് അവിടുത്തെ പോലീസും പട്ടാളവും ഒക്കെ മാറി നിന്നാൽ മതി, ഞങ്ങൾ ചെയ്ത് കാണിച്ചു തരാം എന്താണെന്ന്. മനസ്സിലായില്ലേ? അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇത്രയും കാലം ഒന്ന് ആലോചിച്ച് നോക്കും. ഇത്രയും കാലം BJP 12 കൊല്ലമായിട്ട് രാജ്യത്ത് BJP ആണ് ഭരിക്കുന്നത്. മുസ്ലിങ്ങളെ ഇങ്ങനെ എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിമിനെ പറ്റിയിട്ട്, ഏതെങ്കിലും ഒരു മുസ്ലിമോട് ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളിവിടെ സൈന്യമൊക്കെ ഞങ്ങളുടെ കയ്യിലാണ്, ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മൊത്തം കൊന്നുകളയാമെന്ന്? പറഞ്ഞിട്ടില്ലല്ലോ, പറയാറില്ലല്ലോ. ആ നിലപാടല്ല ഭാരതം എടുക്കുന്നത്. ഭാരതം എല്ലാ കാലത്തും ഇവിടെ ഭരിച്ചിരുന്നവരാണ് ഹിന്ദുക്കൾ. അവർക്ക് കൃത്യമായി ഭരിക്കാൻ അറിയാം. ഒരിക്കലും ഇവിടെ വന്നു കയറിയ മുസ്ലിങ്ങളോടോ വന്നു കയറിയ ക്രിസ്ത്യാനികളോടോ ഏതെങ്കിലും തരത്തിലുള്ള ജൂതനോടോ പാഴ്സിയോടോ, അഭയം ചോദിച്ച് വന്നവരാണ് ജൂതനും പാഴ്സികളും ഒക്കെ, അവരോടോ ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടായിട്ടുള്ള ബുദ്ധ ജൂത സിഖ് വിഭാഗങ്ങളോടോ ജൈനന്മാരോടോ, ജൂതരല്ല ബുദ്ധ ജൈന സിഖ് വിഭാഗങ്ങളോടോ മറ്റേതെങ്കിലും വിഭാഗത്തിനോട് ഒരിക്കലും ഒരു അനീതി പുലർത്തിയിട്ടില്ല. സകല സംസ്കാരങ്ങളെയും ഒന്നിച്ചു ചേർത്താണ് ഇത് കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷെ അവിടെയാണ് ജമാഅത്തെ ഇസ്ലാമി എങ്ങനെ രാജ്യവിരുദ്ധമാകുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ പോയിന്റ് വരുന്നത്, വൈറ്റൽ പോയിന്റ് അവിടെയായിരുന്നു വരുന്നത്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന ഇല്ലായ്മയുടെ രാഷ്ട്രീയമാണ് ഉയർത്തുന്നത്, കൊല്ലുന്നതിൻ്റെ രാഷ്ട്രീയമാണ്. കാഫിർ ആണെങ്കിൽ അവൻ ഇല്ലായ്മ, ഞാൻ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞില്ല, കാഫിർ ആണോ അവനെ കൊന്നിരിക്കണം. അർജന്റീനയെ ഒരു വിരോധം പുലർത്തുന്ന ഇസ്ലാമിസ്റ്റുകൾ പറയുന്ന ഏക ആശയം എന്ന് പറഞ്ഞാൽ കാഫിർ ആണെങ്കിൽ കാഫിർ നമ്മുടെ ശത്രുവാണ്, കാഫിറിനെ കൊന്നാലേ സ്വർഗം കിട്ടുള്ളൂ. ഊറികളെയും മധ്യപ്പുഴയും സ്വർഗവും കിട്ടണമെങ്കിൽ കാഫിറിനെ ഇല്ലായ്മ ചെയ്യണം. ദീനിയായിരുന്നാൽ മാത്രം പോരാ. പറഞ്ഞു വരുന്നത് സണ്ണി ജോസഫിന്റെ ബന്ധു നിയമനം നമ്മൾ ഒരുപാട് വിവാദമായതാണ്. അതുപോലെ തന്നെ ഈ ദേവസ്വം ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട അതിൽ പ്രതികളുടെ വക്കീലിനെ നിയമിച്ചത് അതും വിവാദമായിട്ടുണ്ട്. അപ്പൊ അതിനെക്കാട്ടിലും ഒരുപടി ഗുരുതരമായിട്ടുള്ള ഒരു നിയമനമാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയക്കാരനെ റോജി നിയമിച്ചതെന്നാണ്. അല്ല, ഇതിനകത്ത് ഒരു കേന്ദ്ര ഇടപെടൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഇന്റലിജൻസ് ബ്യൂറോ ആയാലും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളൊക്കെ നിയന്ത്രണം നിരീക്ഷിക്കേണ്ടതാണ്. അത് മാത്രമല്ല, ഇന്റലിജൻസ് ബ്യൂറോ, NIA അതുപോലുള്ള സംഘടനകൾ ഈ പറയുന്ന ഭരണത്തിൻ്റെ തലപ്പത്തേക്ക് ഇല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റാഫ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ആരൊക്കെ കടന്നു വരുന്നു എന്നുള്ളത് നിരീക്ഷിക്കുകയും അതിനെ നിയന്ത്രിക്കുകയും അപകടകാരികളാണെങ്കിൽ അത് ആഭ്യന്തരമന്ത്രിക്കും DGPക്ക് അടക്കം റിപ്പോർട്ട് കൊടുക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, രാജ്യവിരുദ്ധമായ എന്തെങ്കിലും കാര്യത്തിനായിട്ട് അവർ ഈ സംസ്ഥാനത്തിൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടി അന്വേഷിക്കേണ്ടതുണ്ട്, അത് അറിയേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ തീവ്രവാദികൾ എവിടെയെങ്കിലുമൊക്കെ നുഴഞ്ഞേറി അറിയാൻ കഴിയില്ല. അപ്പോൾ ചിലപ്പോൾ അൽഖ്വയ്ദക്കാരനോ ഇല്ലെങ്കിൽ ഇന്ത്യൻ മുജാഹിദുകാരനോ താലിബാനുകാരനോ ഒക്കെ ഇതിനകത്തേക്കൊക്കെ നുഴഞ്ഞു കയറിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഭരണത്തിലേക്ക് വന്നാൽ IS കാരനായിരിക്കും ചിലപ്പോൾ, അറിയാൻ പറ്റില്ല. കേരളത്തിൽ IS ഒക്കെ ഉള്ളതാണ്, ISI ഒക്കെ ഉള്ളതാണ്. ISIയും ഈ പറയുന്ന അൽഖ്വയ്ദയും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അങ്ങനെ ആരെങ്കിലും നുഴഞ്ഞു കയറി സ്ലീപ്പർ സെല്ലുകളായിട്ട് കിടന്നാൽ അത് വലിയ അപകടം ചെയ്യും. നിസ്സാര കാര്യമല്ല. കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ അത് ഗുരുതരമായിട്ട് ബാധിക്കും. അതിനൊരു പ്രതിവിധി കണ്ടെത്തിയേ മതിയാവുള്ളൂ. അതിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലാണ്.